കാട്ടൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്ന് ഒരു എഗ് ലോലിപോപ്പ് ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. വരൂ. ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാമേ. നമുക്കൊരു ഗ്രേറ്ററി വെച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്വാണ്ടിറ്റി എല്ലാം ഞാൻ അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാമേ. ഇതിലേക്ക് ഞാനൊരു വലിയ സവാള, ഒരുമാതിരി വലിയൊരു സവാള പൊടിയായി അരിഞ്ഞത് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞത് അതും ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ മുളക് പൊടിയെ ഞാനൊരു ചെറിയ സ്പൂണാണ്, ഇതിനൊരു 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ്. 1 സ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. ആദ്യം ഇങ്ങനെ ഒന്ന് ഇളക്കാതെ വെച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ വെച്ച് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിക്കോണം. എല്ലാവരുടെയും ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉണ്ട ഉരുട്ടാം നമുക്ക്. ഇനി നമുക്കിതൊന്ന് കൈ വെച്ച് ഇളക്കി കൊടുക്കാം. ഞാനിതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി എത്ര വലിപ്പം വേണോ ആ വലിപ്പത്തിൽ ഉരുളകളാക്കാം. നമുക്ക് എത്ര വലിപ്പം വേണോ ആ വലിപ്പത്തിൽ ഉരുളയാക്കി വെച്ച് നമുക്കൊരു ഭാഗത്തേക്ക് ഉരുളകൾ മാറ്റി വയ്ക്കാം. എല്ലാം ഒരേ വലിപ്പം ഇരിക്കണേ, അല്ലെങ്കിൽ വേഗം താമസമാകും. നമുക്കിങ്ങനെ ഉരുള പിടിച്ച് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാനെല്ലാം ഇവിടെ ഉരുണ്ടയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിന് അടുത്ത പടിയായിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഞാനിവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിനകത്തോട്ട് ഡിപ്പ് ചെയ്തെടുക്കണേ. ബ്രെഡ് ക്രംസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓരോ ഉരുണ്ടയും നമുക്കിതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തേച്ച് മുട്ടയ്ക്കകത്ത് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിനകത്തോട്ട് ഇട്ടെടുക്കാം. ഇങ്ങനെ ഇത് നമുക്കൊരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് എല്ലാ മുട്ടയും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഇവിടെ ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാമേ. ഇപ്പം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഒത്തിരി ഇതിൽ വെക്കരുത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണേ. അതുപോലെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത പിറക് പിന്നെ നമ്മൾ തിരിച്ചിടാവുള്ളത്. ഇതൊരു സൈഡ് മൂത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഉടഞ്ഞു പോകരുത്. ഉടയാത്ത രീതിയിൽ പതുക്കെ നമ്മളെല്ലാം തിരിച്ചിട്ട് കൊടുക്കാവുള്ളൂ. ഇതിവിടെ ഇപ്പം ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാമേ. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ എഗ് ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഓരോ ടൂത്ത് പിക്ക് കൂടെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ എഗ് ലോലിപോപ്പ് ഇവിടെ ഓക്കെ ആയില്ലേ? കണ്ടോ? നമ്മുടെ എഗ് ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ.
ഇനി ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.